ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഗ്രേപ്പ് കൊണ്ടൊരു ജ്യൂസ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമേ നമുക്ക് വേണ്ടത് ഗ്രേപ്സാണ്. ഞാൻ പറഞ്ഞ പോലെ ഗ്രേപ്സ് വേണം, പുതിനയില വേണം, പഞ്ചസാര വേണം, നാരങ്ങ വേണം, പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇന്ദുപ്പാണ്. പിന്നെ ജ്യൂസ് മിക്സാക്കാൻ വേണ്ടി സോഡായും അതേപോലെ തന്നെ ഇതെല്ലാം അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറും എടുത്തേക്കുന്നത്. ഞാനും ഒറ്റയൊരു ഗ്ലാസ്സിനുള്ള ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. എക്സ്ട്രാ വേണ്ടവർ അതിനനുസരിച്ച് എടുക്കുക. ഞാൻ അത്രയും ഗ്രേപ്സേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് ഗ്രേപ്സ് ഞാൻ മിക്സിക്കകത്ത് ഇട്ടിട്ടു. അതേപോലെ തന്നെ പഞ്ചസാര, പിന്നെ ഒരു രണ്ടോ മൂന്ന് പുതിനയിലയുടെ ഇലയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ഇത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇന്ദുപ്പാണ്. ഇന്ദുപ്പ് ഒരു പിഞ്ച് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ, ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി. കാരണം മധുരവും ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ആ ഒരു സോൾട്ട് ഞാൻ ഇട്ടത്. എന്നിട്ട് ഇത് നല്ലോണം മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കും. ഇതാണ് അരച്ചെടുത്ത പരുവം. ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതാണ് ഞാൻ അരിപ്പയ്ക്കകത്ത് വെച്ച് അതിൻ്റെ കൊന്തെല്ലാം ഒന്ന് എടുത്ത് മാറ്റുകയാണ്. നോക്കിക്കേ, ഇപ്പം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് നല്ലോണം അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് നമ്മൾ ഇത്രയേ ഉള്ളൂ, ജ്യൂസിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഗ്ലാസ്സിലോട്ട് പകർത്തി ഇനിയുള്ളതെന്ന് പറയുന്ന സ്റ്റെപ്പെന്ന് പറയുന്നത്, നമ്മൾ ഒരു ചെറിയൊരു പീസ് നാരങ്ങ നീര് ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കും. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമ്മൾ സോഡയും കൂടെ ഒഴിച്ച് നമുക്ക് കുടിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ ഇളക്കി എടുക്കുന്നുള്ളതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ജ്യൂസിൻ്റെ പരിപാടി. ഞാനിപ്പം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, അതേപോലെ തന്നെ സോഡയും. നല്ല ടേസ്റ്റി ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ കാണാത്തവർ ചാനൽ കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു പർപ്പിൾ കളറ്, ഒരു പിങ്ക് പർപ്പിൾ കളറിലെ ഷെയ്ഡിലുള്ള ഒരു ജ്യൂസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത്. ഞാൻ ഇന്ന് കൊടുക്കുന്നത് എൻ്റെ രണ്ടാമത്തെ മോനാണ്. അവൻ ഞങ്ങളോട് അഭിപ്രായം പറയും എങ്ങനെ ഉണ്ടെന്നുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.